ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ എതിരാളികൾക്ക് മുന്നിൽ നമ്മളെ ഡേഞ്ചറസ് ആക്കി മാറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്നും അതുപോലെ നിങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്നും അവരുടെ മനസ്സിൽ ഒരു ബോധമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ശത്രുക്കളുണ്ടാകാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം പോലും കാണാത്ത വിചാരിക്കാത്ത ആളുകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. വീഡിയോയിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു മണ്ടത്തരമാണ്. അവർക്കറിയാവുന്ന എല്ലാ കാര്യവും അവരുടെ അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കും. ചിലപ്പോൾ സുഹൃത്തുക്കളോടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടായിരിക്കും, ചിലപ്പോൾ നാട്ടുകാരോടായിരിക്കും, എല്ലാവരോടും പാടിപ്പറഞ്ഞ് നടക്കും. സത്യത്തിൽ ഇതിലൂടെ നിങ്ങളെ അടിക്കാനുള്ള വടി നിങ്ങൾ തന്നെ ആളുകൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചില ആളുകൾക്ക് സത്യത്തിൽ നമ്മൾ നന്നാവുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവരോടും പാടിപ്പറഞ്ഞ് നടക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്, അതെന്ത് കാര്യത്തിലുമായിക്കോട്ടെ, അതെന്താണെന്നുള്ളതും ആളുകൾ ഒരിക്കലും അറിയാൻ പാടില്ല. നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പരമരഹസ്യമായി വെക്കണം. ഒരിക്കലും എത്ര അടുത്ത ആൾക്കാരോടാണെങ്കിലും ഒരിക്കലും അതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ആ കാര്യം ചെയ്ത് ആ സ്റ്റെപ്പ് എടുത്ത് അത് സക്സസ് ആയതിനു ശേഷം മാത്രമേ ആളുകൾ അറിയാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ സുഹൃത്തുക്കൾ, നിങ്ങൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതിയിരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ ഒരുപക്ഷെ ആ നിങ്ങളുടെ പ്രയത്നത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം, ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും ആരും അറിയരുത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങളുടെ ശക്തിയുടെ രഹസ്യവും അതുപോലെ നിങ്ങളുടെ ദൗർബല്യവും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ശത്രുക്കൾ അവിടെയായിരിക്കും പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്ന് പോയാൽ മറ്റൊരു ചോയ്സ് നമുക്കുണ്ടെന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഇന്ന് നീ എന്നെ ഇട്ടിട്ട് പോയാൽ നാളെ നിൻ്റെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ കിട്ടും. അത്തരത്തിൽ ഒരു നമുക്കിഷ്ടം പോലെ ചോയ്സ് ഉണ്ടെന്നുള്ളൊരു ധാരണ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സത്യത്തിൽ അവർക്ക് നമ്മളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മളെ മറ്റുള്ളവർക്ക് ഒരു വിലയും കാണത്തില്ല. അത് മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ വളരാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റെന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ, എന്നൊരു ധാരണ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ ശക്തി, നമ്മുടെ പവർ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ പാടില്ല. സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മളൊന്ന് വീക്കായിട്ട് അഭിനയിക്കണം. ഇത്തരത്തിൽ നമ്മൾ വീക്കായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ മുഖങ്ങൾ സത്യത്തിൽ നമുക്ക് വെളിപ്പെട്ട് തുടങ്ങും. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറും. ഈ അൺപ്രഡിക്റ്റബിളും മിസ്റ്റീരിയസുമാണ് പിന്നീട് അവരുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ ഒരു ഡേഞ്ചറസ് പേഴ്സണാക്കി മാറ്റുന്നത്. ഈ മോഡേൺ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.